പോളിമറൈസേഷൻ. എന്താണ് ഈ പോളിമറൈസേഷൻ ഉദ്ദേശിച്ചാല് ആ വേർഡിൽ തന്നെയുണ്ട് പോളി ഇല്ലെ. പോളി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പോളി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒന്നിൽ കൂടുതലുള്ളതിനാണ് നമ്മൾ പോളി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല മെർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോരോ പാർട്ട് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റിനെയൊക്കെയാണ് നമ്മൾ മെർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറിയ ചെറിയ പാർട്ടുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ചെറുത് ചേർന്നിട്ട് കൂടുതലായിട്ടുണ്ടാകുന്നു. അപ്പം അതിനെ നമ്മൾ എന്ത് പറയും? പോളിമറൈസേഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ചെറിയ ചെറിയ പാർട്ടിനെ നമ്മൾ വേറൊരു പേര് പറയും, മോണോമർ എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളല്ല, ചെറിയ ചെറിയ പാർട്ടിനെ നമ്മൾ പറയുന്നത് മോണോമർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മോണോമർ. അപ്പൊ എന്താണ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ is a process by which simple molecules join together to form large complex molecules. മനസ്സിലായല്ലേ? അനേകം ലഘുവായ തന്മാത്രകൾ ഒന്നിച്ചു ചേർന്നിട്ട് സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് മോളിക്യൂൾസ് അല്ലെ, സങ്കീർണമായിട്ടുള്ള തന്മാത്രകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ. അപ്പൊ ചെറിയ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ലഘു തന്മാത്രകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പറയും? മോണോമർ എന്ന് പറയും കേട്ടോ. ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസിനെ നമ്മൾ എന്ത് പറയും? പോളിമേഴ്സ് എന്നാണ് പറയുന്നത്. പോളിമേഴ്സ് ആൻഡ് ദ പ്രോസസ് ഈസ് നോൺ ആസ് പോളിമറൈസേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളതാണ് അഡീഷൻ പോളിമേഴ്സ്. പോളിമറൈസേഷൻ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയും. ഈ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ആഡ് ചെയ്യുക. പേരിൽ തന്നെയാണ് അഡീഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക, കൂടി ചേർന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അഡീഷൻ എന്ന് പറയാം. കൂടി ചേർന്നിട്ട് എന്താണ് ഒരു വലിയൊരു തന്മാത്ര ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോണോമറുകൾ ഉണ്ടല്ലോ, ചെറിയ എന്താണ് ഈ ചെറിയ മോണോമർ. അപ്പൊ അതിങ്ങനെ കൂടി ചേർന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൂടി ചേരുക. മനസ്സിലായല്ലോ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഈഥീൻ മോളിക്യൂൾസിന്റെ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഇതാ നോക്കുക. എന്താണ്? ഈഥീൻ മോളിക്യൂൾ ആണ് കേട്ടോ. ഈഥീൻ കേട്ടോ. ഈഥീൻ ആണ് ഡബിൾ ബോണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ ഈഥീൻ ആണ്. ഈ N ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. N എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഈഥീൻ നമ്പർ. N എന്ന് വെച്ചാൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് നമ്പർ ഈഥീൻ അവിടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? വേറൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അവിടെ അല്ലെങ്കിൽ തന്മാത്ര അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈഥീൻ തന്മാത്രകൾ ഇവിടെ ഒരുപാടെണ്ണം കൂടി ചേരുന്നു. അതെന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ആയിരിക്കും കേട്ടോ. ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലും കേട്ടോ. ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും അവിടെ ഒരു കാറ്റലിസ്റ്റും കാണും കേട്ടോ. ഒരു കാറ്റലിസ്റ്റ്, അതായത് ഉൽപ്രേരകം കേട്ടോ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്രേരകം കേട്ടോ. ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ കേട്ടോ, ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഈഥീൻ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഒരുപാട് ഈഥീൻ അവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു പുതിയൊരു കോമ്പൗണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പുതിയ കോമ്പൗണ്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈഥീൻ കമ്പൈൻ ചെയ്തിട്ടുണ്ടായ ഒരു കോമ്പൗണ്ട് ആണ് പോളി ഈഥീൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് പോളിത്തീൻ. പോളിഈഥീൻ നമ്മൾ പോളിത്തീൻ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ഈഥീൻ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ടുണ്ടാകുന്നുണ്ട്? പോളി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാടെണ്ണം. പോളി ഈഥീൻ, ഒരുപാടെണ്ണമാണ് ഈഥീൻ ഉണ്ടാകുന്നത്, അതായത് പോളിത്തീൻ. അത് എഴുതുന്ന മെത്തേഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. കണ്ടില്ല? അത് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പം CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈഥീൻ ഇല്ലേ? അപ്പം ഒരുപാട് നമ്പർ ഓഫ് ഈഥീന് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? പോളി ഈഥീൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് എഴുതുക, CH2 കേട്ടോ. CH2 ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, ഇവിടെ വരുമ്പോൾ അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2. എന്നിട്ട് ഇവിടെ ഓരോരോ നമ്മൾ ബോണ്ട് കൊടുക്കുക. ആ ബോണ്ടിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ N എഴുതുക. ഇതാണ് പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയുന്നത്. പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ ഇങ്ങനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് N റെപ്രസെന്റ് ചെയ്താൽ എന്താണ്? അഡീഷൻ പോളിമേഴ്സ് ആണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയ മോണോമറുകൾ കൂടി ചേർന്നിട്ട് എന്താണ്? ഒരു ലാർജ് കോമ്പൗണ്ട് അവിടെ ഉണ്ടായിരിക്കുകയാണ്. അതായത് പോളിമറൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ മോണോമർ? ഇവിടുത്തെ മോണോമർ ഏതാണ്? CH2 ഇല്ലേ? CH2 ഡബിൾ ബോണ്ട് CH2, അതേതാണ്? ഈഥീൻ ആണ് ഇല്ലേ? ഇവിടുത്തെ മോണോമർ ഏതാണ്? ഈഥീൻ ആണ്. വാട്ട് ഈസ് എ പോളിമർ? ഇവിടുത്തെ പോളിമർ ഏതാണ് കിട്ടിയത്? പോളി ഇല്ലേ? പോളി ഈഥീൻ. പോളി എന്ന് എഴുതുക, ഞാൻ ഈഥീൻ ആണ്. അതിന്റെ അടുത്ത് പോളി ചേർക്കുക. അപ്പൊ എന്തായിട്ട് മാറി? പോളിമർ ആയിട്ട് മാറി. മനസ്സിലാവുന്നല്ലോ? പോളിമർ ആയിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോളിത്തീൻ എന്ന് പറയാം കേട്ടോ. അതിനെ നമ്മൾ അറിയപ്പെടുന്നത് പോളിത്തീൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു മോണോമർ ആണ്, അതായത് വിനൈൽ ക്ലോറൈഡ്.
കണ്ടോ, വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CH Cl, ഇതാണ് വിനൈൽ ക്ലോറൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിനൈൽ ക്ലോറൈഡ് ഇതുപോലെ തന്നെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അതെന്തായിട്ട് മാറുന്നുണ്ട്, ഒരുപാട്, ഇത് വിനൈൽ ക്ലോറൈഡ് ഒരെണ്ണമാണ്, അതിങ്ങനെ നമ്പർ ഓഫ് ഒരുപാട് എണ്ണം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, പുതിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോളിമർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ, ഇപ്പൊ വിനൈൽ ക്ലോറൈഡ് ഇതല്ലേ ഇവിടെ ഉണ്ടായത്, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, പോളി വിനൈൽ ക്ലോറൈഡ് ആയിരിക്കും. പോളി വിനൈൽ ക്ലോറൈഡ്, പോളി അങ്ങ് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. പോളിമർ ഉണ്ടാകുന്നെങ്കിൽ ഏതാണ് മോണോമർ, അതിന്റെ കൂടെ പോളി ചേർത്ത് വെച്ചാൽ മതി. പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ അതിന്റെ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും, അതേ നോക്കുക, CH2 ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, CH2 സിംഗിൾ ബോണ്ട് CH അല്ലെ, ഇവിടെ എന്താണ് ക്ലോറിൻ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഓരോ ബോണ്ട് കൊടുക്കുക, ദെൻ ആ ബോണ്ടിൽ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ എഴുതുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇതെന്താണ്, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ഇതിനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അതായത് PVC. നിങ്ങൾക്ക് അറിയാലോ, PVC പൈപ്പ് നമുക്ക് കേട്ടില്ലേ, അതാണ് ഈ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിനൈൽ ക്ലോറൈഡ്, ഒരുപാട് വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതാണ് പോളി വിനൈൽ ക്ലോറൈഡ്, PVC. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണല്ലേ PVC എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, പോളി വിനൈൽ ക്ലോറൈഡ് ഈസ് എ പോളിമർ ആണ് കേട്ടോ, അതൊരു പോളിമർ ആണ്. യൂസ്ഡ് ഫോർ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്, മാനുഫാക്ചർ ഓഫ് പ്ലാസ്റ്റിക് പൈപ്പ് അല്ലെ, പ്ലാസ്റ്റിക് പൈപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഏതാണ്, PVC ആണല്ലേ. അവിടുത്തെ മോണോമർ ഏതാണ്, വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പം വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് ഒരുപാട് എണ്ണം കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, പോളിമർ ആവുന്നുണ്ട്, അതായത് പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC. ഓക്കെ ആണല്ലോ. ഇനി ഒരു കോമ്പൗണ്ടും കൂടെ ഉണ്ട്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ടെഫ്ലോൺ എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം കിച്ചണിലൊക്കെ നമ്മുടെ നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കില്ല, അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് കൊടുക്കും. ആ കോട്ടിങ്ങിനെ പറയുന്ന പേരാണ് ടെഫ്ലോൺ എന്നാണ് പറയുന്നത്. ആക്ച്വലി അതെന്ന് പറഞ്ഞിരിക്കുന്നത് ടെട്രാഫ്ലൂറോ ഈഥീൻ കേട്ടോ, ടെട്രാഫ്ലൂറോ ഈഥീൻ അതാണ് ഇവിടുത്തെ മോണോമർ എന്ന് പറഞ്ഞിരുന്നത്. ടെട്രാഫ്ലോറോ ഈഥീൻ ചെയ്യുന്നു ഒരുപാടെണ്ണം, നമ്പർ ഓഫ് ടെട്രാഫ്ലൂറോ ഈഥേൻ ആവുമ്പോൾ അത് എന്തായിട്ട് മാറും, പോളി, നമുക്കറിയാം പോളി ചേർത്ത് വെച്ചാൽ മതി, പോളി ടെട്രാഫ്ലൂറീഥീൻ ആയിട്ട് മാറും. അത് അറിയപ്പെടുന്ന ഏതാണ്, ടെഫ്ലോൺ എന്നാണ് അറിയപ്പെടുന്നത്. ടെഫ്ലോൺ കോട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ടെഫ്ലോൺ കോട്ടിംഗ്. ക്ലിയർ ആയല്ലോ? അപ്പോ അത് ഓർത്തിരിക്കുക കേട്ടോ, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ടെഫ്ലോൺ ഇസ് എ പോളിമർ ആണ്, അതായത് ടെഫ്ലോൺ എന്ന് വെച്ചാൽ ഒരു പോളിമർ ആണ്. അതെങ്ങനെയാണ് മാനുഫാക്ചർ ഫ്രം, എവിടുന്നാണ്, ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലെ, ടെട്രാഫ്ലൂറോ ഈഥീനിൽ നിന്ന് നിർമ്മിക്കുന്ന പോളിമർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. ചോദിക്കാം കേട്ടോ, ടെഫ്ലോൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ 1 മാർക്കിന്റെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ടെഫ്ലോൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്, യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. നോൺ സ്റ്റിക് കുക്ക്വെയറിന്റെ ഒക്കെ ഇന്നർ സർഫസിൽ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ടെഫ്ലോൺ. ക്ലിയർ ആയല്ലോ? ടെഫ്ലോൺ ഈസ് എ പോളിമർ ആണ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. നമുക്കറിയാം പാത്രങ്ങളൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നത്, അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോളിമർ ആണ് ടെഫ്ലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉയർന്ന താപനില താങ്ങാൻ കഴിയുന്ന ഒരു പോളിമർ ആണ് ടെഫ്ലോൺ. അപ്പൊ ഇത് 3 അഡീഷൻ പോളിമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് പഠിച്ചത്, പോളി ഈഥീൻ അല്ലെ, ഈഥൈൻ കമ്പൈൻ ചെയ്തിട്ട് പോളി ഈഥീൻ ആവുന്നുണ്ട്. പിന്നെ അടുത്ത ഏതാണ് പറഞ്ഞത്, പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറഞ്ഞു. പിന്നെന്താണ്, പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെ, വിനൈൽ ക്ലോറൈഡ് ഉണ്ട്. പിന്നെന്താണ്, പോളി ടെട്രാഫ്ലൂറോ ഈഥേൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടെഫ്ലോൺ എന്ന് പറയാം. അപ്പൊ ഇത് 3 നിങ്ങൾ ഓർത്തിരിക്കുക, ഇതെന്താണ്, പോളിമർ ആണ്. ഇത് 3 ഏതാണ്, പോളിമർ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അഡീഷൻ പോളിമറിൽ വരുന്ന ഏതൊക്കെയാണുള്ളത്, ഓർത്തിരിക്കുക, പോളിത്തീൻ, ഈഥീൻ. അതെങ്ങനെ ഉണ്ടാവുന്നു, ഈഥീൻ കേട്ടോ, അതാണ് ഓർക്കണ്ടോ കേട്ടോ. കണ്ടില്ലേ, ഈഥീൻ കമ്പൈൻ ചെയ്തിട്ട് പോളി ഈഥേൻ, പിന്നെ വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് പോളി വിനൈൽ ക്ലോറൈഡ്, പിന്നെന്താണ്, ടെട്രാഫ്ലൂറോ ഈഥേൻ, അതെന്താണ് ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈഥേൻ ടെഫ്ലോൺ. അതാണ് എന്ത് പറയാം, ദാറ്റ് ഈസ് അഡീഷൻ പോളിമേഴ്സ്. മനസ്സിലായല്ലോ? അത് എവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എക്സെട്ര അഡീഷൻ പോളിമേഴ്സ് കേട്ടോ. അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, പോളിത്തീന്, പോളി വിനൈൽ ക്ലോറൈഡ് ആൻഡ് ടെഫ്ലോൺ. ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മോണോമറും പോളിമറും അതിന്റെ യൂസസുകളൊക്കെ. നമ്മൾ വിനൈൽ ക്ലോറൈഡ് ഇപ്പൊ കണ്ടു, PVC ആണെന്ന് കണ്ടു. PVC എന്തിനു ഉപയോഗിക്കുന്നു, മാനുഫാക്ചർ ഓഫ് പൈപ്പ്, പ്ലാസ്റ്റിക് ഫർണിച്ചർ, കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്
കേട്ടോ. അതായത് ഈ വൈദ്യുതജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ആവരണങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ PVC ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കണം കേട്ടോ ഓരോന്നും. ഏതാണ് പോളിമർ, അതിന്റെ മോണോമർ ഏതാണ്, അതിന്റെ യൂസസ് ഉണ്ട്, ഇതൊക്കെ 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. ഇനി അടുത്തൊരു പോളിമർ ആണ് പോളിത്തീൻ. നമ്മൾ കണ്ടു ഈഥീനാന്ന് പറഞ്ഞു. എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ടാർപോളിൻ ഷീറ്റ് ഒക്കെ ഇല്ലേ, പോളിത്തീൻ ഷീറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ടാർപോളിൻ ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ, ടാർപോളിൻ ഷീറ്റ്, ക്യാരി ബാഗ്, പോളിത്തീൻ ബാഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പോളിത്തീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മോണോമർ ആണ് ഈഥീൻ. ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് അതാണ് ടെട്രാഫ്ലൂറോ ഈഥേൻ, ടെഫ്ലോൺ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, കോട്ടിംഗ് വിത്ത് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. അപ്പൊ ഇത് 3 ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിക്കാത്തുള്ളത് ഐസോപ്രീൻ എന്ന് പറയും കേട്ടോ. ഐസോപ്രീൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഐസോപ്രീനെ കുറിച്ച് കേട്ടോ. ഐസോപ്രീൻ എന്ന് വെച്ചാൽ അത് മോണോമർ ആണ്. അങ്ങനെ കൂടിച്ചേരുമ്പോൾ എന്തായിട്ട് മാറും? പോളിമർ ആയിട്ട് മാറും. ആ പോളിമർ ആണ് നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിദത്ത റബ്ബർ, ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, അതാണ് ഐസോപ്രീൻ. പഠിക്കുക കേട്ടോ. പിന്നെ ഒരെണ്ണമാണ് വിനൈൽ സയനൈഡ് എന്ന് പറയും. വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ അക്രിലോ നൈട്രൈൽ എന്ന് പറയും കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ അക്രിലോ നൈട്രൈൽ എന്ന് പറയും കേട്ടോ. അതിന്റെ പോളിമർ ആണ് ഓർലോൺ. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സിന്തറ്റിക് ഫൈബേഴ്സ്, കൃത്രിമ നാരുകളൊക്കെ ഇല്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പോലെയുള്ള ചെറിയ കൃത്രിമ നാരുകളൊക്കെ ഇല്ലേ, അപ്പം അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? അക്രിലോ നൈട്രൈൽ ആണ്, അല്ലെങ്കിൽ വിനൈൽ സയനൈഡ് എന്ന് പറയും. അതിന്റെ പോളിമർ ആണ് ഓർലോൺ. അപ്പൊ ഈ വിനൈൽ സയനൈഡ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഓർലോൺ ആയിട്ട് മാറുന്നുണ്ട്. ആ ഓർലോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. അപ്പം മനസ്സിലായല്ലോ. പോളിമേഴ്സ് ആണ്. ആ പോളിമറിലെ ആദ്യത്തെ നമ്മൾ കണ്ടു അഡീഷൻ പോളിമേഴ്സ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഇത്.